ഈ ലോക ജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയം ഉളവാക്കുന്ന ഒരു സംഗതി മരണം എന്ന് തന്നെയാകാം. 4 സംഗതികളെ പറ്റി ഒരു ക്രിസ്തീയ വിശ്വാസി അതിൽ ആഴമായി ബോധമുണ്ടാകണം എന്ന് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1, അവന് മരണമുണ്ടെന്നും ന്യായവിധി ഉണ്ടെന്നും സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും. നമ്മെ അതിയായി പേടിപ്പിക്കുകയും നാം ആശങ്കയോടുകൂടി കാണുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് മരണമെങ്കിലും പൗരസ്ത്യ സഭാ ദർശനത്തിൽ പ്രത്യാശയുടെ ഒരു സന്ദേശമാണ് വാങ്ങിപ്പോയവർക്ക് നമുക്ക് സഭ നൽകുന്നതായ സന്ദേശം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും മെഷീൻ ലേണിംഗിന്റെയും ChatGPTയുടെയും തുടങ്ങിയ സാങ്കേതിക വിദ്യകളൊക്കെയും അതിപ്രസരമായി നമ്മുടെ സമൂഹത്തിൽ നിറഞ്ഞ് ആടുമ്പോഴും മരണമെന്ന ഒരു വലിയ സംഗതി നീക്കിക്കളയുവാനായിട്ടോ നീട്ടുവാനായിട്ടോ ഒന്നും അതിന് സാധിക്കാതെ പോകുന്നു എന്നുള്ളത് ദൈവത്തിന്റെ ശക്തിയെയും അവന്റെ പദ്ധതിയും ഒക്കെയും ആഴമായി നമ്മുടെ ജീവിതത്തിലേക്ക് കോറിയിടുവാനായിട്ട് അത് ഉപകരിക്കുന്നതാണ്. കാലത്തിന്റെ ആദ്യം മുതൽ തന്നെ മനുഷ്യന് വല്ലാത്ത സംശയമുണ്ട്. അത് ഇന്നും നിലനിൽക്കുകയാണ്. മരണത്തിന് ശേഷം എന്ത്? മരണത്തിന് ശേഷം നമുക്ക് എന്തെങ്കിലും അവസ്ഥയുണ്ടോ? മരണം ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്ന, അതിനുശേഷം ഒന്നും സംഭവിക്കാത്ത തലത്തിൽ അത് ജീവിതത്തിന്റെ ഏറ്റവും ഒടുക്കമാണോ എന്ന്. പഴയ നിയമത്തിലും അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ അവിടെ ചോദിക്കുന്നുണ്ട്, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? പിന്നീട് വീണ്ടും ചോദിക്കുകയാണ്, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടേക്ക് പോകുന്നു എന്ന്. ഇങ്ങനെയുള്ള ഒത്തിരിയധികം ചോദ്യങ്ങൾ, അതിന് ഉത്തരങ്ങൾ നമ്മുടെ ഈ വേദപുസ്തകം തന്നെ നമുക്ക് നൽകുന്നുണ്ട്. യോബിന്റെ പുസ്തകത്തിൽ തന്നെ 19-ാം അധ്യായം 24-ാം വാക്യത്തിൽ അതിന് ഉത്തരവും നൽകുന്നുണ്ട്. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ചു പോയാലും ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ലോകത്തിൽ ആദ്യമായി മരണപ്പെട്ട വ്യക്തി ഹാബേലാണെന്നാണ് നാം വിശ്വസിക്കുന്നത്. എബ്രായ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ പറയുകയാണ്, മരിച്ച ശേഷവും അവൻ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുവെന്ന്. ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഇന്നും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുവെന്ന്. താബോർ മലമുകളിലേക്ക് ക്രിസ്തു കടന്ന് നീങ്ങിയപ്പോഴും അവനോടൊപ്പം ആയിരുന്നത് കാലങ്ങൾക്ക് മുൻപേ, നൂറ്റാണ്ടുകൾക്ക് മുൻപേ മൺമറഞ്ഞുപോയ മോശയും ഏലിയാവുമാണ്. മഹാപാപിയായ കള്ളൻ എന്ന മുദ്രയിൽ അവസാനം ക്രിസ്തുവിനോടൊപ്പം കുരിശിക്കപ്പെട്ട കള്ളനോടും യേശു തമ്പുരാൻ പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന്. ഇന്ന് പല വിശ്വാസികളും പല സഭകളും ഒക്കെയും വാങ്ങിപ്പിന് ശേഷം, മരണത്തിന് ശേഷമുള്ള ഒരു അവസ്ഥ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് സഭാപിതാക്കന്മാർ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, വാങ്ങിപ്പോയവർ അവർ സജീവരാണ് എന്ന്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ അദ്ദേഹം എഴുതുന്നത് വിശ്വാസികളുടെ സമൂഹം എന്ന്. വിശ്വാസികളുടെ സമൂഹം എന്ന് പറയുമ്പോൾ അവിടെ ജീവിച്ചിരിക്കുന്നവരായ നാം മാത്രമല്ല അതിൽ ഉൾപ്പെടുന്നത്, മറിച്ച് വാങ്ങിപ്പോയവർ, പരിശുദ്ധന്മാർ തുടങ്ങിയ എല്ലാവരും ചേർന്നാണ് ഈ ആരാധനയിൽ സംബന്ധിക്കുന്നത്. അതുകൊണ്ടാണ് നാം വാങ്ങിപ്പോയവർക്ക് മരിച്ചുപോയവർ എന്ന വാക്ക് പ്രയോഗിക്കാതെ വാങ്ങിപ്പോയവർ, ദ ഡിപ്പാർട്ടഡ് സോൾസ് എന്ന് നാം അവരെ അഭിസംബോധന ചെയ്യുന്നത്. അവർ എവിടെ നിന്ന് വന്നുവോ അതേ ഇടത്തിലേക്ക് മടങ്ങി പോകുവാനായിട്ട് സാധ്യതയുള്ളവർ ആയതുകൊണ്ടാണ്. ഒരു വരി വായിച്ചിട്ടുണ്ട്, എവറി ക്രിഡിൽ ആസ്ക് വേർ യു കം ഫ്രം and every coffin ask where you are going. എല്ലാ തൊട്ടിലുകളും ചോദിക്കുന്നുണ്ട് എവിടെ നിന്ന് ഞാൻ വന്നു എന്നും.
എല്ലാ ശവമഞ്ചങ്ങളും ചോദിക്കുന്നുണ്ട്, ഞാൻ എവിടേക്ക് ഇനി പോകുന്നുവെന്നും. അതിന് സഭാപ്രസംഗി 12-ാം അധ്യായത്തിൽ അതിന് തക്കതായ ഉത്തരം നൽകുന്നുണ്ട്. അത് തന്നെ അയച്ച പിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി പോകുന്നു എന്ന്. നമ്മെ അയച്ച പിതാവിന്റെ സന്നിധിയിലേക്ക് തന്നെ വാങ്ങിപ്പോയവർ മടങ്ങി പോകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് മധ്യസ്ഥത അണയ്ക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട്, വാങ്ങിപ്പോയ ഒരു വ്യക്തി എപ്പോഴായിരിക്കാം ഏറ്റവും അധികം സന്തോഷിക്കുന്നത് എന്ന്. അതൊരു പക്ഷേ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥനകൾ അർപ്പിക്കുമ്പോഴും ഈ ത്രോണോസിൽ അവരുടെ പേരുകൾ നാം എഴുതി കൊടുക്കുമ്പോഴും അതിനുശേഷം ആ കല്ലറകളിൽ ചെന്ന് മെഴുകുതിരികൾ കത്തിക്കുമ്പോഴും ആവാം. എന്തിനാണ് നാം കല്ലറകളിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത്? പിതാക്കന്മാർ അതിന് നല്ല മറുപടി നൽകുന്നുണ്ട്. ദിവനാസിസ് ബർസ്ലീബായുടെ തക്സാക്രമത്തിൽ ഒരു പ്രാർത്ഥന അത് ഇങ്ങനെയാണ്: കർത്താവേ, ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ നീ കടാക്ഷിച്ച് അവരുടെ തെറ്റുകളെ പരിഹരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നിന്റെ തിരുശരീര രക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ മറഞ്ഞിരിക്കുന്നുവല്ലോ. നിന്റെ തിരുശരീര രക്തങ്ങൾ അവയിൽ മറഞ്ഞിരിക്കുന്നുവല്ലോ. നാം വാങ്ങിപ്പോയാലും, നാം ഈ ലോകത്തിൽ നിന്നും മൺമറഞ്ഞു പോയാലും, നമ്മുടെ ശരീരത്തിൽ കേവലം നമ്മുടെ അസ്ഥികൾ മാത്രമല്ല, ഈ അസ്ഥികളിൽ ഒഴുകുന്നത് ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളാണ്. ഈ ശരീര രക്തങ്ങൾക്ക് വേണ്ടിയാണ് നാം കത്തിച്ച മെഴുകുതിരികൾ നാം അവിടെ അണയ്ക്കുന്നത്. വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഇന്ന് പാടിയ പാട്ടുണ്ടല്ലോ, വിശ്വാസത്താലെ വാങ്ങിപ്പോയോരെ പ്രാർത്ഥിച്ചിടുമ്പോൾ ഓർത്തിയിടണമെന്ന്. ആശ്വാസം നിത്യം പ്രാപിച്ചിടാനായി ത്രോണോസിന്മേല് പേര് ഓർത്തിയിടണം. ജീവിപ്പിക്കുന്നോ നാഥ സ്തോത്രം തേ. ത്രോണോസിന്മേലും വിശുദ്ധ കുർബാനകളിലും ഒക്കെയും പേരുകൾ അർപ്പിക്കുമ്പോൾ, അവരെ നാം നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കുമ്പോൾ, അവർക്ക് ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ അവർ ജീവിച്ച് ക്രിസ്തുവിനോടൊപ്പം പുനരുദ്ധാനം ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. പ്രിയമുള്ളവരെ, നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഖാക്കളായി വളർന്നു വന്നതായ വ്യക്തികൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ഇവർക്കൊക്കെയുമായി നമുക്ക് പ്രാർത്ഥിക്കാം. അവരും സജീവരായി നിലനിൽക്കുകയാണ്. ഈ പ്രാർത്ഥന അണയ്ക്കുമ്പോഴും അവരും നമ്മോടൊപ്പം ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയാണ്. മറ്റ് സഭകളും മറ്റ് വിശ്വാസങ്ങളും ഒക്കെയും ഇതിനെതിരെയായി പറയുമ്പോഴും നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ സഭയുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. കല്ലറകളിലേക്ക് പോകുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാവർക്കും ന്യായവിധിയുണ്ട്. നമ്മുടെ പ്രവർത്തികൾക്ക് അനുസൃതമായ റിസൾട്ട് നമുക്ക് എല്ലാവർക്കും ലഭിക്കും. പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അതാണ് ബോബുസയിൽ പറയുന്നത്, കരുണ നിറഞ്ഞവനെ നിന്റെ പുനരുദ്ധാനത്തെ, നിന്റെ സൃഷ്ടിയെ നീ പുതുതാക്കണം. നമുക്കതിനുള്ള കഴിവുകളില്ല. നമ്മൾ പാപികളാണ്. ക്രിസ്തു ഒഴിച്ച് പാപത്തിൽ അകപ്പെടാത്തവരായി ആരുമില്ല. പക്ഷേ കരുണാസമ്പന്നനായ ദൈവം അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് അവരുടെ തിന്മകളെ നീക്കിക്കളഞ്ഞ് അവർക്ക് പുതിയ ജീവൻ നൽകണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. അതിനാണ് വിശുദ്ധ കുർബാനയിലും കല്ലറകളിലും ഒക്കെയും നാം പ്രാർത്ഥിക്കുന്നതും അവർക്ക് വേണ്ടി പ്രാർത്ഥനകളും ധൂപങ്ങളും ഒക്കെയും അണയ്ക്കുന്നത്.